ഒരു സംഖ്യയെ 5/4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 4/5 കൊണ്ട് ഗുണിച്ചാൽ എത്ര ശതമാനം തെറ്റ് സംഭവിക്കും? സംഖ്യ അറിയില്ല, നമുക്ക് സംഖ്യ എക്സ് എടുക്കുക. അപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? 5/4 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുണനഫലം എത്ര? 5/4 കൊണ്ട് സംഖ്യയെ ഗുണിച്ചാൽ 5/4x എന്ന് വരും. ഇനി അതാണ് ശരിക്കുള്ളത് വേണ്ടത്. പകരം എന്ത് ചെയ്തു? 4/5 കൊണ്ട് ഗുണിച്ചു. പക്ഷേ അത് തെറ്റാണ്, അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ തെറ്റായ ഗുണനഫലം എത്രയാണ്? 4/5x. അപ്പോൾ ശരിയായ ഗുണനഫലം 5/4 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 5x/4 അല്ലേ? തെറ്റായ ഗുണനഫലം 4/5 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 4x/5 വരും. അപ്പോൾ നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് തെറ്റ്. ഇത് തമ്മിൽ കുറച്ചാൽ കിട്ടുന്നതാണ്, അത്രയും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 5x/4 നിന്ന് 4x/5 കുറയ്ക്കുകയാണ്. ഇത് കുറയ്ക്കാൻ നമുക്ക് ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 5 25x, ഇടത് ചിഹ്നം മൈനസ്. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 4 16x ഛേദങ്ങൾ ഗുണിക്കുക. 4 5 20. അംശങ്ങൾ കുറയ്ക്കുമ്പോൾ 25x നിന്ന് 16x കുറച്ചാൽ 9x/20. ഇതാണ് എന്ത്? തെറ്റ്. ഇത്രയും തെറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ചോദ്യം എന്താ? തെറ്റിൻ്റെ ശതമാനം കാണണം. ഇത് തെറ്റാണ്, തെറ്റിൻ്റെ ശതമാനം കാണണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ ഈ സൂത്രവാക്യം? തെറ്റിൻ്റെ ശതമാനം കാണാൻ തെറ്റ് ബൈ യഥാർത്ഥ ഉത്തരം ഇൻറ്റു 100. തെറ്റിൻ്റെ ശതമാനം കാണാൻ തെറ്റ് ബൈ യഥാർത്ഥ ഉത്തരം ഇൻറ്റു 100. തെറ്റ് എത്രയാണ്? 9x/20 ബൈ യഥാർത്ഥ ഗുണനഫലം എത്രയാണ്? 5x/4 ഇൻറ്റു 100. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അംശം അതുപോലെ ഇടുക. 9x/20 ഇൻറ്റു ഛേദത്തിനെ തിരിച്ചിടണം. ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് അല്ലെങ്കിൽ ഉൾക്രമം കൊണ്ട് കുടിക്കണം. അപ്പോൾ 9x/20 അതുപോലെ ഇട്ടു ഇൻറ്റു ഇത് തിരിച്ചിട്ടു 4/5x ഇൻറ്റു 100. നമുക്കതിൽ എന്ത് ചെയ്യാം? ഈ 20ഉം 100ഉം വെട്ടുമ്പോൾ 5 വരും. 20ഉം 100ഉം വെട്ടിയാൽ 5 വരുമ്പോൾ എക്സും എക്സും വെട്ടിപ്പോയി. ബാക്കി 9 ഇൻറ്റു 4 ഇൻറ്റു 5/5 വരുന്നുണ്ട്. വീണ്ടും ഈ 5ഉം 5 വെട്ടിപ്പോയിട്ട് ഉത്തരം 9 36% എന്ത്? എത്ര ശതമാനം തെറ്റെന്നാണ് ഉത്തരം? എത്രയാണ്? 36%.